I reached Kochi. Yo. കയ്യ് വേനിക്കുന്ന പൊട്ട കാരണം ഒരു സാധനം ഇല്ല ഇവിടെ. കള്ള. Finally, I reached Kochi. Yes, this is my useless brother. Yo. ഓക്കെ, ഇപ്പം നമ്മൾ വീട്ടിൽ പോവുകയാണ്. മൈക്കില്ലാത്തതുകൊണ്ട് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആൻഡ് ഒരു ഫുൾ പൊല്യൂഷൻ ആണ് ഇവിടെ. അകത്ത് കയറട്ടെ, കഥക് കയറട്ടെ, ബാഗ് എടുത്ത് വെക്ക. ഇനി ഞാനൊരു ജീവിതം അങ്ങോട്ട് ജീവിക്കും 1 മാസം. അങ്ങോട്ട് പൊക്കുക. ബാക്ക് സീറ്റിൽ തന്നെ വെച്ചാൽ മതിയായിരുന്നു. ആരുമില്ലല്ലോ, വികാസ് പണിയെടുക്കണത് നാട്ടുകാരെ കാണട്ടെ. വരളപ്പിക്കും ഞാൻ. കേട്ടോ ചേച്ചിക്ക് ഇനി കഥക് തുറന്നതാ. ഗൈസ്, ഇപ്പൊ ഫൈനലി നമ്മൾ കൊച്ചിയിലെത്തി. നമ്മളിപ്പോ എവിടെ പോവാ പറയത്തില്ല, വീട്ടിൽ പോവുകയാണ്. കാരണം അമ്മയ്ക്ക് അറിയത്തില്ല ഞാൻ വരുന്ന കാര്യം. ഇവൻ ഫ്രണ്ടിനെ പിക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വെക്കാതെ അപ്പൊ നിന്നെയും കാണാൻ പറ്റും. നിന്നെ കണ്ടിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്നാലും. ഓക്കെ, സോ നമ്മൾ വീട്ടിൽ പോയിട്ട് എങ്ങനെ സർപ്രൈസ് ചെയ്യുന്നതെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടാ. ആ പ്ലാൻ എന്ത് ചെയ്യാ, ഞാൻ വീഡിയോ എടുക്കാം, ചേച്ചി കാർ ഓടിച്ചിട്ട് പോ. അപ്പൊ ഞാനാണെന്ന് വിചാരിച്ചിട്ട് അവര് വരും. അപ്പൊ സർപ്രൈസ് ആവും. കാർ ഓടിച്ച് ഞാൻ പോകുമ്പോ നീ എങ്ങനെ വരും? ബാക്കിൽ ക്യാമറ കൊണ്ട് ഓടി വരുവോ? ഞാൻ ഇടുന്ന ബാക്കിലിരുന്നാലും അങ്ങനെയല്ല. ആര് വരും? ആരൊക്കെ ഉണ്ട് വീട്ടില്? അമ്മൂമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്, കുടുംബക്കാര് മൊത്തം വീട്ടിലുണ്ട്. എനിക്കോനെ അമ്മൂമ്മ മുടി വെട്ടിയ കാര്യം അമ്മൂമ്മയ്ക്ക് അറിയത്തില്ല. ഇപ്പൊ മുടി കണ്ടെങ്കിൽ എനിക്കായിരിക്കും സർപ്രൈസ് ആവാൻ പോകുന്നത്. ആരോട് ചോദിച്ചിട്ടാണ് ഇനി മുടി വെട്ടിയത്? അതവര് പോയില്ലേ? അപ്പൊ ഫ്രൈഡേ അല്ലേ, സെപ്പറേറ്റ് പോയി സർപ്രൈസ് ചെയ്യാന്ന്. ഫ്രൈഡേ അവര് എവിടെയും സഞ്ചരിക്കില്ലല്ലോ. മലയാളം മാത്രമേ പറയൂ, സഞ്ചരിക്കത്തില്ലത്രേ. ഞാൻ കുറച്ച് തുഞ്ചത്തെ എഴുത്തച്ഛന്റെ വംശാവലിയാ. അല്ല, ഞാൻ നമ്മുടെ അപ്പൂപ്പന്റെ പേര് അല്ല, അമ്മൂമ്മയുടെ മാമന്റെ പേരെന്താ? അമ്മൂമ്മന്റെ മാമന്റെ പേരാ. അമ്മൂമ്മന്റെ മാമന്റെ പേര് എനിക്കെങ്ങനെയാണ് അറിയുന്നേ? ഓ, ചങ്ങമ്പുഴ. യെസ് ഗൈസ്, ഇത് തള്ളുവല്ല, പക്ഷെ ഞങ്ങൾ ചങ്ങമ്പുഴ ശ്രീധര മേനോന്റെ ഒരു അകന്ന ബന്ധുവാണ്. ലൈക്ക് ആൻസിസ്റ്റർ ആണ് ഞങ്ങളുടെ. എന്താണ് നിനക്ക്? ഞാൻ എടുത്തോട്ടെ. അപ്പൂപ്പന്റെ ആരുമാണ് ഗൈസ്? അമ്മൂമ്മന്റെ മാമൻ ചങ്ങമ്പുഴ ശ്രീധര മേനോൻ. ആ ഒരു കഴിവ് എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വികാസ് ഇപ്പൊ എന്താ ഇനിയിപ്പോ എന്റെ സൈഡിൽ തിരിയുന്നു. നിങ്ങളെ വിളിക്കാൻ വന്നതിന് ചെലവ് 100. എടാ, ഞാൻ 48 കിലോ തങ്കം ഫെയറിന്റെ എക്സ്പ്രസിൽ വന്ന് എനിക്ക് വലിയത്. ഓക്കെ, സോ ഞാൻ പറയാം സർപ്രൈസ് എങ്ങനെയാണെന്ന്. നമുക്ക് കാർ പുറത്ത് നിർത്താം. കയ്യ് വേനിക്കുന്ന പൊട്ട കാറിൽ ഒരു സാധനം ഇല്ല ഇവിടെ ഒരു സാധനം ഉണ്ട്, അത് കൊള്ളത്തില്ല. നമുക്ക് മാഗ്നറ്റിന്റെ വാങ്ങാം. ഓക്കെ, ബാക്ക് ടു ദി ടോപ്പിക്. നമുക്ക് വന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് കുറച്ച് പ്ലാൻ ചെയ്യുന്ന പോലെ അഭിനയിക്കാം. അപ്പൊ കുറച്ച് പാട്ടിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, പറ്റിജീവിക്കുന്ന ഒരാളാണല്ലോ നമ്മള് ആലോചിക്കുമ്പോ. ഓക്കെ, ഞാൻ എന്താ ഉദ്ദേശിക്കുന്ന പറഞ്ഞാല് നമ്മള് കാർ എടുത്ത് പുറത്ത് മറ്റേ ചേട്ടന്റെ കടയുടെ ഓപ്പോസിറ്റ് ഇല്ലേ, ഒരു തട്ടുകട ഇല്ലേ ഇവിടെ, അവിടെ നിർത്താം. നമുക്ക് നടക്കാം. ബാഗൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, നിർത്തിയിട്ട് നീ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് അമ്മന്ന് വിളിക്കണം. അപ്പൊ അമ്മൂമ്മ വരുമോ? വരും, അപ്പൂപ്പനും വരും. വരട്ടെ, ഞാൻ ഗേറ്റിന് പുറത്ത് നിൽക്കും. പക്ഷെ നീ എല്ലാം കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അവസാനം പറയുമ്പോ ക്യാമറ ഓൺ ആയിരുന്നില്ലെന്നൊക്കെ. പെർഫോമൻസ് കഴിയുമ്പോ പറയും അത് ക്യാമറ ഓൺ അല്ലെന്ന്. നീ ചെയ്യ, എനിക്കറിയാം. ഓക്കെ, പിന്നെന്താണ് വിശേഷം? വിശേഷം സുഖജീവിതം. ഇപ്പൊ വന്നു, ഇനി ഫുഡ് കഴിക്കണം. എനിക്ക് എന്താ കൊണ്ടുവന്നേ? കള്ളുണ്ടെന്നുണ്ടോ? എനിക്ക് വേണ്ടി തന്നെ ഞാനൊന്നും
അതിനകത്തുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് മദ്യം ആരോഗ്യത്തിന് ഹാനികരം, ഇത് മനസ്സിലാക്കുക. ശുഭദിനം. മദ്യം കുടിക്കരുത്, മദ്യം കുടിക്കുന്നവനെയും അനുവദിക്കരുത്. കാരണം മദ്യം ഒരു വിഷമാണ്. എനിക്ക് അവനെ അൺഫോളോ ചെയ്തിട്ട് പോകുന്നു മിക്കവാറും. ഓക്കെ, അപ്പൊ പ്ലാൻ സക്സസ് ആണ്. ഇനി ഈ പറഞ്ഞ പ്ലാനിന്റെ ഒരു ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. കാരണം പല സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കൂടെ ഈ പോലത്തുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ കിടക്കി തകർത്തല്ലേ, പക്ഷെ നമുക്ക് ഇപ്പൊ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഇവൻ ആരിവൻ ഞങ്ങൾ ദുബായിലൊക്കെ ഇങ്ങനെ ഒന്നും പോകാൻ പറ്റത്തില്ല. ലെയിൻ മാറണമെങ്കിൽ ഇതൊക്കെ ഇടണം. ദിസ് ഈസ് വെരി വെരി ചപ്പറി ഗൈസ്. ഇനി ഒന്നുകൂടി പറഞ്ഞു ഇട്ടിട്ട് പോകും, നടന്നു വരാൻ പറ്റില്ല. Oh my God. ഇതേപോലെ നമ്മള് ഈ സർപ്രൈസ് കൊടുക്കുന്ന ഇത് എന്തുവാ ഇത്? എടാ എന്റെ സൺകിസ്റ്റ് വേണം എനിക്ക്. ഇതേപോലെ ഉണ്ടല്ല, ഞാൻ ആദ്യം ഒരു പ്രാവശ്യം സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഫ്രം മൈസൂർ. പക്ഷെ ആ സമയത്ത് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ആട്ട് കിട്ടിയായിരുന്നു. അതെന്താന്ന് പറഞ്ഞാല് ഞാൻ ട്രെയിനിലാണ് വന്നത്. രാവിലെ 3 മണിക്കാണ് ഞാൻ വന്നത്. 3 മണിക്ക് വന്നിട്ട് ഞാൻ പുറത്ത് നിന്ന് വിളിക്കുന്ന അമ്മ കതക് തുറക്കുന്നില്ല. അപ്പൊ അമ്മ പറയാ ഞാൻ നോക്കട്ടെ, നീയാണോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കഥ തുറക്കുന്നില്ല. പക്ഷെ ഇപ്പൊ വൈകിട്ടായത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ശരിക്കും എന്റെ ഫ്ലൈറ്റ് രാത്രിയാണ് ലാൻഡ് ചെയ്തത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കരുത് 11 മണി 12 മണി നമ്മൾ വീട്ടിൽ പോകുമ്പോ ചെരുപ്പടി ഉറക്കത്തിൽ നിന്ന് ഓണർ സർപ്രൈസ് ചെയ്യുമ്പോ എന്നെ ചെരുപ്പ് അടിക്കുമെന്ന് വിചാരിച്ച് പേടിച്ചായത്. കോഴിക്കോട് ഭാഷ നമ്മളെല്ലാ ഭാഷകളും അറബിക്കൊക്കെ അറിയാം എനിക്ക്. അബുലക് തുഗ്ലക് അത് ഞങ്ങളുടെ ദുബായിലെ ഒരു വലിയൊരു പ്രയോഗമാണ്. എല്ലാവർക്കും അറിയാം, എല്ലാ ഇന്ത്യൻ സിറ്റിസൺസ്, മലയാളി, കേരള എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞതെന്ന് മറന്നു. അതിന്റെ ഇടയിൽ അവനൊരു ചെരുപ്പടി കിട്ടിയേനെ. പക്ഷെ ഇപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആയതുകൊണ്ട് ഫ്ലൈറ്റ് നേരത്തെ ഡിപ്പാർട്ട് ചെയ്തു. അതുകൊണ്ട് നമ്മളിപ്പോ കറക്റ്റ് സമയത്ത് എല്ലാം പ്ലാൻ ചെയ്തതുപോലെയാണ് നടക്കുന്നത് ഗൈസ്. നമുക്ക് നോക്കാം. ശരിക്കുണ്ടല്ലോ ഈ പച്ചപ്പൊക്കെ കണ്ട് 1.5 വർഷമായി ഗൈസ്. അവിടെ കുറെ വലിയ ബിൽഡിങ്സും എല്ലാം ഉണ്ട്. പക്ഷെ ഈ എന്താ പറയാ പച്ചപ്പും ഹരിതാപവും ഇല്ല. ഇത് നമ്മുടെ കേരളം. അതെ, ഇപ്പൊ ഒരു കോൾ വന്നു അമ്മ എടുത്തത്. യൂണിവേഴ്സ് നമ്മുടെ ഭാഗത്താണ്. അവര് നടക്കാൻ ഇറങ്ങുകയാണ്. അപ്പൊ വീട്ടിൽ വന്നിട്ട് അപ്പൂപ്പ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാല് വീടിന്റെ അകത്ത് കയറിയിട്ട് ഇരിക്കാം, നമുക്ക് ഹോളിലിരിക്കാം. അപ്പൊ അവര് വരുമ്പോ നമുക്ക് ആ മൊമെന്റ്സ് പൊളിയായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പുറത്തിറങ്ങി ആ ഉള്ള ചടങ്ങൊന്നുമില്ല. അതാ നമുക്ക് മറ്റേ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് വെക്കാം. 2 ക്യാമറ സെറ്റ് ചെയ്ത് വെക്കാം. ഇവന്റെയും എന്റെയും സെറ്റ് ചെയ്ത് വെക്കാൻ തോന്നുന്നു. എങ്ങനെയുണ്ട്? അപ്പൊ ഏത് ആംഗിളിൽ എടുക്കാലോ? ഓക്കെ, എനിക്ക് അപ്പൂപ്പന്റെ റിയാക്ഷൻ ഒന്നും എടുക്കണ്ട. പൂന് വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഒന്നും വേണ്ട. സ്ക്രിപ്റ്റിൽ പിടിച്ചിരിക്കണം. സത്യം പറഞ്ഞു, സത്യത്തിന്റെ മുഖം ചേച്ചിയുടെ മുഖം പോലെയാ, വികൃതമാ. ഒരു ബൾബുണ്ടല്ലോ മൂഞ്ചിയില്, എന്റെ കണ്ടോ ക്ലിയർ സ്കിൻ. ഇത് ഞാൻ 22 വർഷങ്ങൾക്ക് ശേഷം കുറ്റിക്കാട് മുളച്ചിരിക്കുന്നു മുഖത്ത്. പൂക്കണവനെന്ന അയ്യോ ഡേഞ്ചർ. നിന്നെക്കാളും മീശരിക്കുണ്ടായിരുന്നു പണ്ട്. നിനക്ക് ഇപ്പഴല്ലേ മീശാറാ തുടങ്ങിയാ? എന്താണ് ഇത് ഓവർടേക്ക് ഒക്കെ ചെയ്യുന്നത് ഇവിടെ? സ്പീഡ് ലിമിറ്റ് ഒക്കെ ഉണ്ട്. ഫൈൻ ഇങ്ങനെ വരും. ഇപ്പൊ നീ ഓടിക്കുന്നതിന് 10,000 ഫൈൻ വന്നേനെ. നീ 4 മാസം സാലറി കളഞ്ഞാ നീ ദുബായിൽ വരുന്ന കാർ എടുക്കരുത്. ദുബായില് വരട്ടെ ദുബായിൽ വരണമെന്നൊന്നും ഇല്ല. ഞാൻ അവിടെ നിന്ന് എവിടെയെങ്കിലും ഷാർജയിലോ അബുദാബിയിലൊക്കെ പോയിട്ട് നീ ദുബായിൽ വന്നോ? എനിക്ക് എന്നെ നോക്കാൻ തന്നെ, നീ എന്റെ ബാങ്ക് ബാലൻസ് ആണ് 0 ആവാൻ പോണത്. നീ വന്നെങ്കിൽ എനിക്ക് എന്നെ നോക്കാൻ തന്നെ പറ്റുന്നില്ല. നിന്നെ നോക്കാനുള്ള അനിയൻ വന്ന ചേച്ചിയുടെ ഉത്തരവാദിത്തമാണ് നോക്കേണ്ടതെന്നുള്ളത്. എടുക്കരുതായിരുന്നു ഇവന്റെ കുപ്പത്തൊട്ടിയിൽ നിന്ന്. ഞാൻ അമ്മയോട് അന്നേ പറഞ്ഞതാ. ഇതാണ് ശ്രീനഗരയിലെ ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ്.
സുന്ദരിയെ കാണിച്ച് ഇതിനെ കാണിച്ച് കാണട്ടെ. ഓരോരോ ഇതേ ഇതവനെ ആ ചേട്ടനെ കാണിച്ചൊക്കെ ശ്രീനാരായണന് പുറത്തല്ലെന്നും പറഞ്ഞ് കാണിക്കും. നമസ്കാരം. റിയാക്ഷൻ ഓക്കെ അവരില്ലല്ലോ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഇവിടെ വീട്ടിൽ ആരുമില്ല, നമ്മുടെ അപ്പൻ മാത്രമേ ഉള്ളൂ. പറയൂ, എന്താണ് പറയാനുള്ളത്? പറയൂ. ഞാൻ കണ്ടെന്ന് പറഞ്ഞുതരാം. കുട്ടി വന്നതിൽ സന്തോഷം. പറ. കുട്ടി വന്നതിൽ വളരെ സന്തോഷം. യെസ്, സ്ക്രിപ്റ്റഡ് ആണ്, ഒട്ടും മനസ്സിലാക്കില്ല. പിന്നെ ഓക്കെ ഗൈസ്, അനിയൻ നമുക്ക് ഒരു തട്ടിക്കുട്ടിയുണ്ട് നമ്മുടെ വീട്ടിൽ. ഇനി അവന്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹോം ടൂറും അടുത്ത വ്ലോഗിൽ ഞാൻ കാണിച്ചത്. ഇപ്പോൾ ഇതിന്റെ റിയാക്ഷൻ ഉണ്ടല്ലോ. ഇവിടെ ലൈറ്റ് ഇടുക. അപ്പുറത്ത് എന്റെ ഗൈസ് വീട് മൊക്കെ മാറിപ്പോയി. ഇതെന്താണ്? ശരി, എടാ സ്നേഹിക്കട്ടെ, നിന്നെ സ്നേഹിക്കാനല്ലേ എനിക്ക് വന്നത്. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. സൂപ്പർ. നീ നൈസായിട്ട് ഉള്ള പോകോ. ഇതായിരുന്നു ഫ്രണ്ട്.